നമ്മൾ കഴിഞ്ഞ ക്ലാസ് മുതൽ പഠിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, രണ്ട് ലിക്വിഡ്സ് മിക്സ് ചെയ്ത് മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് ആണ്. ഇപ്രാവശ്യം നമ്മളതിന് മിക്സ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ്. അതായത് മീൻസ് ഇമ്മിസിബിൾ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കൂല, മിക്സ് ആവില്ല എന്നുള്ളതിൽ. അപ്പോൾ രണ്ടാളും വോൾട്ടൈൽ എന്ന കാര്യം ഒബ്വിയസ് ആണ്, കാരണം വോൾട്ടൈലാണ് പിന്നെ വേപ്പർ പ്രഷറിൻ്റെ കാൽക്കുലേഷൻ വെറുതെ പാർട്ടി അറിയില്ല. ഇവർ ഒരുത്തുണ്ട്, ഒരു എ ലിക്വിഡ് ഉണ്ട്, ബി ലിക്വിഡ് ഉണ്ട്. അവർ രണ്ടാളെയും പ്യൂർ സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ വിചാരിച്ചു നോക്കി രണ്ടുപേരും മിക്സ് ആക്കി വിചാരിച്ചോ. മിക്സ് ആയി കഴിഞ്ഞാൽ രണ്ടുപേരും മിക്സ് ആവില്ല. ഞാൻ തൽക്കാലം ഒരുത്തൻ്റെ മുകളിൽ ഒരുത്തനും ഒഴിച്ച് രണ്ടുപേരും ഒരു പാട്ടയിൽ ഒഴിച്ചെന്ന് വിചാരിച്ചോ. ഓക്കെ, ഒരു കണ്ടെയ്നർ തന്നെ രണ്ടുപേരും ഒഴിച്ചു, അപ്പോൾ രണ്ടാളും മിക്സ് ആവില്ല. നമുക്കറിയാം ഒരു കാര്യം എന്ന് വെച്ചാൽ ഡെൻസിറ്റി കുറഞ്ഞവൻ മുകളിലോട്ടേക്ക് നോക്കും, സ്വാഭാവികമായിട്ട് ഡെൻസിറ്റി കൂടിയവൻ താഴോട്ടേക്ക് നോക്കും. അപ്പോൾ ഓക്കെ ഫൈൻ. അപ്പം സർഫസിൽ ഏതെങ്കിലും ഒരുത്തൻ തൽക്കാലം പറയാം എക്കാണ് ഡെൻസിറ്റി കുറവെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ എ മാത്രം സർഫസിൽ മാത്രം നിൽക്കും. അപ്പോൾ എയുടെ മോളിക്യൂൾസ് മാത്രമേ സർഫസിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ വേപ്പർ പ്രഷർ എയുടെ മാത്രമല്ലേ ഫോം ചെയ്യുള്ളൂ. കറക്റ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊരു ലോജിക്കലല്ലാത്ത ഒരു ഡൗട്ടില്ല, അല്ല ലോജിക്കലല്ലാത്ത പോലെ തോന്നുന്നു. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പി എ മാത്രം ആകെ ഉണ്ടാവുന്ന ഫോം ചെയ്യുന്നത് പി നോട്ട് എ മാത്രമായിരിക്കും ടോട്ടൽ വേപ്പർ പ്രഷർ. പക്ഷേ അതൊരു മണ്ടത്തരാണ് അല്ലേ. അപ്പോൾ ആ ഒരു സംഭവം നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ ഒരു ചെറിയൊരു പൈപ്പ് ഉണ്ടോ, ആ പൈപ്പിലൂടെ ഒരു ഊതി കൊടുക്കും, ഒരു ഗ്യാസാ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഊതും. ഊതുന്ന സമയത്ത് എന്താണ്, ഇവിടെയുള്ള എയും ബിയും ഒക്കെ മോളും തായാലും എല്ലാം ഡെൻസിറ്റി പ്രകാരം എല്ലാം ജസ്റ്റ് മിക്സ് ആവില്ല, പക്ഷേ മോളും തായാലും എന്ന രീതിയിലൊക്കെ വരും. അപ്പോൾ രണ്ടുപേരുടെ വേപ്പർ പ്രഷർ ഫോം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ ശരി. ഇനി ഇവരുടെ വേപ്പർ പ്രഷർ എന്താണ്, നമുക്ക് റൗൾസ് ബ്രോനോട് ചോദിച്ചു നോക്കാം. റൗൾസ് എന്താ പറഞ്ഞാൽ പി ടി ഈക്വൽ ടു പി നോട്ട് ഇൻറ്റു കൈ എ പിന്നെ പ്ലസ് പി നോട്ട് ബി ഇൻറ്റു കൈ ബി അല്ലേ. അപ്പം നമുക്കൊരു കാര്യം അറിയാം, ഇവർ രണ്ടാളും ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സാണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് മിക്സ് ആവില്ല. ദാറ്റ് മീൻസ് ഇവിടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനമേ ഇല്ല. ഇവർ രണ്ടാളും ഞാൻ ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. കാരണം എന്താ, ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ട് മിക്സ് ആവുന്നില്ല. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ ഞാൻ പോയിട്ട് ആരോട് ചോദിക്കും, എനോട് ചോദിക്കും എൻ്റെ മോൾ ഫ്രാക്ഷൻ എന്താണ്. അപ്പോൾ എ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഓക്കെ എൻ്റെ ഒപ്പം ആരും മിക്സ് ആയിട്ടൊന്നും ഇല്ല. ദാറ്റ് മീൻസ് എയുടെ മോൾ ഫ്രാക്ഷൻ 1, കാരണം എ 1 തന്നെയാണ്. അപ്പോൾ നമുക്കൊരു എയുടെ മോൾ ഫ്രാക്ഷൻ 1 എന്ന് എടുക്കാൻ പറ്റും. അതുപോലെ ബീനോടും പോയി ചോദിക്കും ഞാൻ, ബീൻ്റെ മോൾ ഫ്രാക്ഷൻ എന്താ. ബി പറയും എൻ്റെ ഒപ്പം ആരും മിക്സ് ആയിട്ടൊന്നും ഇല്ല, അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ മോൾ ഫ്രാക്ഷൻ തന്നെ, അപ്പം 1 തന്നെയാണ്. സോ പി നോട്ട് ബി, ഇതാണ് നമ്മൾ പി ടോട്ടൽ. അപ്പോൾ ഇവിടെ നമ്മൾ കൈ ആൻഡ് കൈ ബിയും 1 ആയിട്ട് എടുക്കും, ബിക്കോസ് അവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ട് മിക്സ് ആവുന്നതിൽ ദർ ഇസ് നോ സൊല്യൂഷൻ. സോ വി കുഡ് സേ ദാറ്റ് കൈ ആൻഡ് കൈ ബി ആർ ഓൾസോ 1. സോ പി ടോട്ടൽ ഈസ് ഈക്വൽ ടു പി നോട്ട് എ, ദാറ്റ് ഇസ് പ്യൂർ സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷർസ് രണ്ടും ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് വൈ എന്ന് പറഞ്ഞാൽ എന്താ, എയുടെ വേപ്പർ പ്രഷർ ഏത് ഗ്യാസസ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ വേപ്പർ സ്റ്റേറ്റിലുള്ളത്. അതെങ്ങനെയാണ്, രണ്ടുപേരും വേപ്പർസ് ഉണ്ടാക്കും. ഓക്കെ, ഇനി വേപ്പർസ് മിക്സ് ആവാൻ എടുക്കുക ഇല്ല, വേപ്പർസ് എപ്പോഴും മിക്സ് ആവും. എല്ലാ വേപ്പർസും മിസിബിൾ ആണ്, അല്ലാണ്ട് ഇമ്മിസിബിൾ അങ്ങനത്തെ വർത്താനമൊന്നുമില്ല. വേപ്പർസ് ഒക്കെ സുഖമായിട്ട് മിക്സ് ആവും. അതുകൊണ്ട് തന്നെ വൈ എന്ന് പറഞ്ഞാൽ സാധാരണ എങ്ങനെ കണ്ടെത്തുന്നത്, പി എ ഡിവൈഡ് ബൈ പി ടോട്ടൽ. പി എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് പി നോട്ട് എ, കൈ എ 1 ആണല്ലോ, ഡിവൈഡ് ബൈ പി ടോട്ടൽ എന്ന് പറഞ്ഞാൽ പി നോട്ട് എ പ്ലസ് പി നോട്ട് ബി. സിമിലർലി വൈ ബിയും കിട്ടും. ശരി, ഇനി വൈ എയും വൈ ബിനെ ഒന്ന് പിടിച്ച് എന്ത് ചെയ്യാറ്, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താണ് കിട്ടാൻ, വൈ എ ഡിവൈഡ് ബൈ വൈ ബി ദാറ്റ് ഇസ് ഈക്വൽ ടു പി നോട്ട് എ ഡിവൈഡ് ബൈ പി നോട്ട് ബി. ഓക്കെ, ഇനി വൈ എന്ന് പറയുന്നത് എന്താണ്, മോൾ ഫ്രാക്ഷൻ, ദാറ്റ് ഈസ് എൻ എ ഡിവൈഡ് ബൈ ടോട്ടൽ മോൾസ് എന്ന് വെച്ചാൽ എൻ എ ഡിവൈഡ് ബൈ ടോട്ടൽ മോൾസ്. വൈ ബി എന്ന് പറഞ്ഞാൽ എൻ ബി ഡിവൈഡ് ബൈ ടോട്ടൽ മോൾസ്. അപ്പോൾ ഒന്നും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എൻ എ ബൈ എൻ ബി ദാറ്റ് ഇസ് ഈക്വൽ ടു പി നോട്ട് എ ഡിവൈഡ് ബൈ പി നോട്ട് ബി. ഇനി എൻ എ എന്ന് പറയുന്നത് എന്താണ്, എൻ എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ്, ദാറ്റ് ഈസ് given mass divided by molecular mass of A divided by given mass divided by molecular mass of B. ഇനി ഈ പറഞ്ഞ മാസ് ഒക്കെ കംപ്ലീറ്റ്ലി വേപ്പർ സ്റ്റേറ്റിലുള്ളത്. കാരണം വെച്ചാൽ നമ്മൾ ഇത്ര നേരം വൈ എന്ന് പറയുന്നത് എന്താണ്, വേപ്പർ സ്റ്റേറ്റിലുള്ള എയുടെ മോൾ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഈ പറഞ്ഞ മാസ് എന്തായിരിക്കും, സ്വാഭാവികമായിട്ട് വേപ്പർ സ്റ്റേറ്റിലുള്ള എയുടെ മാസ് ആയിരിക്കും. അതേപോലെ വേപ്പർ സ്റ്റേറ്റിലുള്ള ബിയുടെ മാസ് ദാറ്റ് ഇസ് ഈക്വൽ ടു പി നോട്ട് എ ഡിവൈഡ് ബൈ പി നോട്ട് ബി. ഇവിടുന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിലേഷൻ ഉണ്ട്, അത് ഓർമ്മിക്കുക, വൈ എ ഡിവൈഡ് ബൈ വൈ ബി. ക്വസ്റ്റ്യൻസിലൊക്കെ ഉപയോഗപ്പെടുന്നതാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു എം എ ദാറ്റ് ഈസ് മോളിക്കുലർ മാസ് ഇൻറ്റു പി നോട്ട് ബി ഇൻറ്റു എം ബി. ഈ റിലേഷനാണ് ഓർമ്മിക്കേണ്ടത്. ഓക്കെ, അത് ഇവിടെ ഉണ്ടല്ലോ, ഈ റിലേഷൻ. ഇനി ഇപ്പോൾ ഈ കൺസെപ്റ്റിൻ്റെ ഉപയോഗം, ഇനി ഈ കൺസെപ്റ്റ് ശരിക്കും എന്താ നമ്മുടെ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ എന്താ ഉപയോഗം നമുക്ക് നോക്കാം. ഈ കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു ഉപയോഗമുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, നമുക്ക് സാധാരണയായിട്ട് നമ്മൾ ജനറലി ഉപയോഗിക്കുന്ന ഇപ്പോൾ ഒരു ഇമ്പ്യൂർ ആയിട്ടുള്ള ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസിന് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നല്ലോണം ചൂടാക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇമ്പ്യൂരിറ്റീസിന് കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും, കാരണം ഇമ്പ്യൂരിറ്റീസ് അധികം സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. ബാക്കിയുള്ള ഈ പ്യുവർ ആയിട്ടുള്ള ലിക്വിഡ്സ് ഒക്കെ എന്താ വേപ്പറായിട്ട് പോകും. അങ്ങനെ ആ വേപ്പറായിട്ട് പോയി കഴിഞ്ഞാൽ ആ വേപ്പറിന് നമ്മൾ എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് പ്യുവർ ലിക്വിഡിനെ കിട്ടും. ഇതാണ് പണ്ട് മുതലേ ഉപയോഗിക്കുന്ന മെത്തേഡ്. ഇപ്പോഴത്തേക്കൊക്കെ മേ ബി യു വി റൈസ് ഒക്കെ ഒരു ലിക്വിഡിലേക്ക്, ഇമ്പ്യൂർ ലിക്വിഡിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മേ ബി എന്താ പ്യുവർ ആയിട്ട് വരും. പക്ഷേ നമ്മൾ പണ്ട് മുതലേ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മെത്തേഡ് വഴിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പ്യുവർ ലിക്വിഡിനെ എന്താണ്, പ്യുവർ ലിക്വിഡ് അല്ല, ഒരു ഇമ്പ്യൂർ ലിക്വിഡിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെ നോക്കാം. സ്വാഭാവികമായിട്ട് നമ്മൾ അധികം ഉപയോഗിക്കുന്ന, ജനറലി നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഓർഗാനിക് സോൾവെൻസിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓർഗാനിക് സോൾവെൻസിൻ്റെ പ്രത്യേകത എന്താണ്,
ഓർഗാനിക് സോൾവെൻറ്റ് വെള്ളമായിട്ട് ഇമ്മിസിബിൾ ആണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്. എന്താ? ഓർഗാനിക് സോൾവെൻറ്റ് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഓർഗാനിക് ലിക്വിഡ്സ്, ഓക്കെ, ഓർഗാനിക് സോൾവെൻ്റ് അല്ല, ഓർഗാനിക് ലിക്വിഡ്, അതിലെന്താ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, അതൊരു ഇമ്പ്യൂർ ഓർഗാനിക് ലിക്വിഡ് ആണ്, ഫൈൻ. അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഇമ്മിസിബിൾ വിത്ത് വാട്ടർ ആണ്. അതിന് വേറെ പ്രത്യേകതയുണ്ട്, അതിന് കൂടുതൽ ബോയിലിംഗ് പ്രഷറും കൂടി കൂടുതലാണെന്നുള്ള കാര്യമുണ്ട്. ഓക്കെ, വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ പറഞ്ഞ ഓർഗാനിക് ലിക്വിഡ്സ് ഞാൻ ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ എനിക്കൊരു ഇമ്പ്യൂർ ആയിട്ടുള്ള ഓർഗാനിക് ലിക്വിഡ് ആണ് പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് അങ്ങോട്ട് വേപ്പർ ആക്കി, എന്താ കത്തിച്ചൂടെ, എന്നിട്ട് ആ വേപ്പേഴ്സിനെ പുറത്ത് എടുത്തിട്ട് കണ്ടൻസ് ചെയ്താൽ പോരെയെന്ന്. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്തുന്നതിൻ്റെ മുമ്പേ ഈ പറഞ്ഞ ഓർഗാനിക് ലിക്വിഡ്സ് ഉണ്ടാവും, അതെന്ത് ചെയ്യും? ഡിക്കമ്പോസ് ചെയ്യും. ഇപ്പോൾ ബോയിലിംഗ് പോയിന്റ് എത്തുന്ന മുമ്പേ ഡിക്കമ്പോസ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്രയും ടെമ്പറേച്ചർ കൊടുക്കുന്നതിൻ്റെ മുമ്പേ നമുക്ക് ഈ പറഞ്ഞ ഓർഗാനിക് ലിക്വിഡ് എല്ലാം ഡിക്കമ്പോസ് ആയി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അധികം ടെമ്പറേച്ചർ കൊടുക്കാൻ പറ്റില്ല, വേഗം ഡിക്കമ്പോസ് ആയി പോകും. അതുകൊണ്ട് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മെത്തേഡ് വർക്ക് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം പറഞ്ഞ രണ്ടാമത്തെ ഈ കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ കൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഓർഗാനിക് ലിക്വിഡ് ഉണ്ട്, അത് ഇമ്പ്യൂർ ആണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്യും. ഫൈൻ, വെള്ളം ആഡ് ചെയ്യുമ്പോൾ എന്താ സ്വാഭാവികമായിട്ട് ഇമ്മിസിബിൾ ആയിട്ട് നിൽക്കും. ഓക്കെ, നമുക്ക് പി ടോട്ടലൊക്കെ അറിയാം. പി ടോട്ടൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് PA0. എ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് നമ്മുടെ വാട്ടറിൻ്റെ എടുക്കുക. അതേപോലെ P0B അത് നമുക്ക് നമ്മുടെ ഇമ്പ്യൂർ ആയിട്ടുള്ള ലിക്വിഡിൻ്റെ എടുക്കുക. ശരി, അപ്പോൾ എന്താ ഓർഗാനിക് ലിക്വിഡ്. നമുക്ക് ഒരു കാര്യം വേറൊരു കാര്യം കൂടി അറിയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആവുന്ന ഒരു പോയിൻ്റാണ്. ദാറ്റ് മീൻസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്തിയാൽ 1 atm ആണ്. അപ്പോൾ 1 atmലേക്ക് ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ എത്തിക്കഴിഞ്ഞാൽ ആ ലിക്വിഡ് എന്താവും? ബോയിൽ ചെയ്യാൻ തുടങ്ങി, വേപ്പർ ആവാൻ തുടങ്ങും. അതാണ് ബോയിലിംഗ് പോയിന്റ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് നോക്കാം ഇത് എന്താ സംഭവം. നമ്മുടെ ഓർഗാനിക് ലിക്വിഡിന് ആദ്യം 50 ഡിഗ്രി സെൽഷ്യസിന് 0.2, നമ്മളിപ്പോൾ രണ്ടും മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മിക്സ് ആവില്ല, നമ്മൾ ജസ്റ്റ് ഒഴിച്ചിട്ടുണ്ട് ഒരു കണ്ടെയ്നറിൽ. ആരെയും ഓർഗാനിക് ലിക്വിഡ് ആയിട്ടുള്ള ഇമ്പ്യൂർ ഓർഗാനിക് ലിക്വിഡും വെള്ളത്തിനും 0.2 atm 0.5 atm 50 ഡിഗ്രി സെൽഷ്യസിലേക്ക്. ഓക്കെ, കാരണം ഇതെന്താ കുറച്ച് കുറഞ്ഞേ? കാരണം ഇതിൻ്റെ ഹയർ ബോയിലിംഗ് പോയിന്റ് ആണ് ഓർഗാനിക് ലിക്വിഡിന്. അപ്പോൾ കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ അത് 180ലേക്ക് എത്തുള്ളൂ. പിന്നെ 70 ഡിഗ്രിയിൽ 0.3 0.6 90 ഡിഗ്രി സെൽഷ്യസിൽ ഇതിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇവരെ രണ്ടാളെ എന്താണ് വേപ്പർ പ്രഷർ തന്നെയാണ് ഈ കാണിക്കുന്നത് അല്ലേ. ഓർഗാനിക് ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ തന്നെയാണ് ഈ ATMൽ കാണിക്കുന്നത്. അത് രണ്ടും ആഡ് ചെയ്താലല്ലേ നമുക്ക് ടോട്ടൽ വേപ്പർ പ്രഷർ കിട്ടുന്നത് അക്കോർഡിംഗ് ടു നമ്മളിപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റ് പ്രകാരം. ഓക്കെ, അപ്പോൾ അത് ആഡ് ചെയ്യുക 0.7, ഈ കേസിലാണെങ്കിൽ 0.9, ഈ കേസിലാണെങ്കിൽ കറക്റ്റ് 1 atm ആയി. അപ്പോൾ എന്തായി? ബോയിൽ ആവാൻ തുടങ്ങി. ആര്? നമ്മുടെ ഇമ്പ്യൂർ ആയിട്ടുള്ള ലിക്വിഡ് അല്ല, പ്യൂർ ആയിട്ടുള്ള ലിക്വിഡ്. ഇമ്പ്യൂരിറ്റീസ് ഒരിക്കലും വോളറ്റൈൽ അല്ല. അപ്പോൾ പ്യൂർ ആയിട്ടുള്ള ലിക്വിഡ്സ് എന്താവും? ബോയിൽ ആവാൻ തുടങ്ങി. സംഭവിച്ചത് നമ്മളിപ്പോൾ അപ്പോൾ നിങ്ങൾ പറഞ്ഞു ശരി ബോയിൽ ആവുന്നുണ്ട്. ആരാ ആക്ച്വലി ബോയിലായിട്ട് വേപ്പറായിട്ട് മാറുന്നത്? ബോയിലായിട്ട് വേപ്പറായിട്ട് മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ലിക്വിഡും വെള്ളവുമാണ്, നമ്മൾ ആഡ് ചെയ്ത വെള്ളവും കൂടിയാണ് ഒരുമിച്ച് ബോയിലായിട്ട് അല്ലെങ്കിൽ വേപ്പറായിട്ട് മാറുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇവിടെ 1 atmൽ. അപ്പോൾ ഇയാളുടെ വേപ്പർ പ്രഷർ ഇത്രയേ ഉള്ളൂ. നോക്കി നോക്ക്, 90 ഡിഗ്രി സെൽഷ്യസ്. ദാറ്റ് മീൻസ് വാട്ടർ ബോയിൽ ചെയ്യുന്നതിൻ്റെ മുമ്പേ ഇവർ രണ്ടാളും ഒരുമിച്ച് ബോയിൽ ചെയ്യാൻ തുടങ്ങി. ദാറ്റ് മീൻസ് വാട്ടറും ഓർഗാനിക് ലിക്വിഡിൻ്റെയും ഈ പറഞ്ഞ മിക്സ്ചർ വാട്ടർ ബോയിൽ ചെയ്യുന്നതിൻ്റെ മുമ്പേ തന്നെ ബോയിൽ ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ അതിൽ ഓർഗാനിക് ലിക്വിഡ് ഉണ്ട്, നമ്മൾ അതിൽ വാട്ടർ ഉണ്ട്. അവരുടെ രണ്ടാളെയും ബോയിലിംഗ് പോയിന്റ് നമുക്ക് വാട്ടറിൻ്റെ അറിയാം, ദാറ്റ് ഇസ് 100 ഡിഗ്രി സെൽഷ്യസ്. ഓർഗാനിക് ലിക്വിഡിൻ്റെ തൽക്കാലം വരെയൊക്കെ 200 ആണ്. അപ്പോൾ നമ്മൾ അവർ രണ്ടാളെ ഒരു കണ്ടെയ്നറിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആസ് ദേ ആർ ഇമ്മിസിബിൾ, അവർ രണ്ടാൾ ഇമ്മിസിബിൾ ആയത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും രണ്ട് പേരുടെയും ബോയിലിംഗ് പോയിന്റ്സിൻ്റെ മുമ്പേ ഇവരുടെ മിക്സ്ചർ ഒരുമിച്ച് ബോയിൽ ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ബിക്കോസ് അവർ രണ്ടാളെയും അറ്റ്മോസ്ഫിയർ പ്രഷർ ആഡ് ആവുന്നത് കൊണ്ട് പെട്ടെന്ന് ഈസിലി ബോയിലാവും. അപ്പോൾ ഇവർ രണ്ടാളും മിക്സ്ചർ അങ്ങോട്ട് ബോയിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വേപ്പേഴ്സ് ഉണ്ട്, പ്യൂർ ലിക്വിഡും H2 കിട്ടിയിട്ടുണ്ട്. എവിടെ? ജസ്റ്റ് 90 ഡിഗ്രി സെൽഷ്യസ്. അപ്പം ഡിക്കമ്പോസ് ഒന്നും ആവില്ല, ഓർഗാനിക് ലിക്വിഡ് ഒരിക്കലും ഡിക്കമ്പോസ് ആവില്ല. എന്നിട്ട് ഇതും തേക്കാം, നമുക്ക് കണ്ടൻസ് ചെയ്തിട്ട് എന്ത് കിട്ടും? ഒരു ലിക്വിഡ് കിട്ടും, പ്യൂർ ലിക്വിഡിനെയും വെള്ളത്തിനെയും. പിന്നെ വെള്ളം മാറ്റാൻ വളരെ സിമ്പിൾ അല്ലേ, ജസ്റ്റ് എന്തൊക്കെ വേണം ഫിൽറ്റർ ചെയ്യുവാണെങ്കിൽ ഓർഗാനിക് ലിക്വിഡ് പല രീതിയിൽ നമുക്ക് വെള്ളമൊക്കെ മാറ്റാൻ പറ്റും സുഖമായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുക. ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് ലിക്വിഡ് ആൻഡ് ലിക്വിഡ് B are 150 ഡിഗ്രി 100 സെൽഷ്യസ്. വാട്ട് വിൽ ബി ബോയിലിംഗ് പോയിന്റ് ഓഫ് ദർ മിക്സ്ചർ? ഇപ്പോൾ രണ്ടാൾ ഇമ്മിസിബിൾ ആണെങ്കിൽ രണ്ടുപേരുടെയും ബോയിലിംഗ് പോയിന്റിനേക്കാളും ചെറുതായ രീതിയിലായിരിക്കും അവർ ബോയിൽ ചെയ്യുക. കാരണം വെച്ചാൽ അവർ രണ്ടാളെയും വേപ്പർ പ്രഷർ നമ്മൾ ഒരുമിച്ച് ആഡ് ആവുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്ക് എത്തും, സുഖമായിട്ട് ആഡ് ആവുന്നതുകൊണ്ട്. കയ്യും കയ്യൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുടെയും ബോയിലിംഗ് പോയിന്റിന് അടിയിലുള്ള ബോയിലിംഗ് പോയിന്റിലേക്കും ഈ പറഞ്ഞ മിക്സ്ചർ എന്താവുക? ബോയിലാവുക. ദാറ്റ് മീൻസ് 90 ഡിഗ്രി സെൽഷ്യസ്. ബാക്കിയെല്ലാം ഒന്ന് 120 100നെക്കാളും വലുതാ, പിന്നെ ചിലത് 150നെക്കാളും വലുതാ, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് പറ്റില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മെത്തേഡിന് ഒരു പ്രശ്നമുണ്ട്. ഒരു പ്രശ്നം വെച്ചാൽ ഒരു ജനറൽ പ്രശ്നമാണ്, എല്ലാ മെത്തേഡിലും വരുന്ന പ്രശ്നമാണ്.
നമ്മളിപ്പോൾ ഇത്രയും പണിയൊക്കെ ചെയ്ത് ഇപ്പോൾ ഓർഗാനിക് ലിക്വിഡ്സിലാണെങ്കിൽ ഞാൻ വെള്ളമൊക്കെ ആഡ് ചെയ്തതിന് ശേഷം വെള്ളമല്ല ഏതെങ്കിലും ഒരു എക്സ്ട്രാ ലിക്വിഡ് ആഡ് ചെയ്ത് വിച്ച് ഈസ് ഇമ്മിസിബിൾ ടു ഓർഗാനിക് ലിക്വിഡ് അങ്ങനെ നമുക്ക് ബോയിൽ ചെയ്ത് ലാസ്റ്റ് ആ പറഞ്ഞ വേപ്പേഴ്സൊക്കെ കണ്ടൻസ് ചെയ്ത് കിട്ടുന്ന സമയത്ത് അവിടെ അങ്ങാറ്റ് നമുക്ക് ഉണ്ടായ ആ പ്യൂർ ഓർഗാനിക് ലിക്വിഡ് ഉണ്ടല്ലോ അതിൻ്റെ അളവ് വളരെ ചെറുതാണെങ്കിൽ നമ്മൾ ഇത്രയും പണിച്ചത് വെറുതെ ആയിപ്പോവും അല്ലേ. ലാസ്റ്റ് നമുക്ക് പ്യൂരിഫൈ ആയിട്ട് കിട്ടുന്നത് ഒരു ഡ്രോപ്പ് ഓർഗാനിക് ലിക്വിഡ് ആണെങ്കിലോ പ്യൂർ ഓർഗാനിക് ലിക്വിഡ് അതിനെ കൊണ്ട് വലിയ ഉപയോഗം ഉണ്ടോ ഇല്ല. അപ്പം നമുക്ക് എന്തായാലും ഡെഫിനറ്റ്ലി നമ്മൾ ഈ പരിപാടി പ്യൂരിഫിക്കേഷൻ പരിപാടി ഭയങ്കര എഫിഷ്യൻ്റ് ആവണം. ദാറ്റ് മീൻസ് പ്യൂരിഫിക്കേഷൻ പരിപാടി എഫിഷ്യൻ്റ് ആവണമെങ്കിൽ എന്താണ് കിട്ടുന്ന ലിക്വിഡിൻ്റെ പ്യൂർ ഓർഗാനിക് ലിക്വിഡിൻ്റെ എന്ത് കൂടണം മാസ് കൂടണം. ദാറ്റ് മീൻസ് നമുക്കൊരു കാര്യം YA/YB that is equal to P0A into MA divided by P0B into MB. ഈ ഇതെന്ന് പറഞ്ഞാൽ എന്താ തൽക്കാലം പറയാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്യൂർ ലിക്വിഡാണ്. പ്യൂർ ലിക്വിഡ് ഈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ലാസ്റ്റ് എന്ത് ചെയ്യും ബോയിലാവും മീൻസ് ആ 180ലെത്തും. അപ്പോൾ രണ്ടുപേരും എന്താവും വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറും. എയും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ആ ബി എന്ന് പറഞ്ഞ ലിക്വിഡും. അങ്ങനെ ഈ പ്യുവർ ലിക്വിഡിൻ്റെ ആ ഒരു വേപ്പേഴ്സ് ആയിരിക്കും YA എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ആ കമ്പോസിഷന് ഉണ്ടാക്കിയ ഒരു റിലേഷനാണ് ഇത്. ദാറ്റ് മീൻസ് ഈ WA എന്ന് പറഞ്ഞാൽ എന്താണ് WA എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ പ്യുവർ ലിക്വിഡ് ഇൻ വേപ്പർ സ്റ്റേറ്റ്. ഈ വേപ്പർ സ്റ്റേറ്റിൽ ഈ ചങ്ങായി തന്നെയാണ് ഞാൻ കണ്ടൻസേറ്റ് മാറ്റുന്നത്. അതുകൊണ്ട് ഇയാൾ തന്നെയായിരിക്കും ലാസ്റ്റ് നമുക്ക് പ്യൂരിഫൈ ആയി കിട്ടുന്ന എയുടെ അളവ് അല്ലെങ്കിൽ മാസ്. അപ്പോൾ ഈ സാധനം നമുക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇയാളുടെ വാല്യൂ P0B into MBയുടെ വാല്യൂ വളരെ ചെറുതായിരിക്കണം. സോ P0B into MB എന്ന് പറഞ്ഞ മോളിക്കുലർ മാസ് പിന്നെ അതിൻ്റെ പ്യൂർ സ്റ്റേറ്റിലുള്ള ബിയുടെ വേപ്പർ പ്രഷർ അത് വളരെ ചെറുതായിരിക്കണം. സോ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ രണ്ടുപേരും ഇമ്മിസിബിൾ ആവണം, രണ്ട് ലിക്വിഡ്സ്. ഓക്കെ, അതുമാത്രമല്ല ഈ P0 into MBയുടെ വാല്യൂ വളരെ ചെറുതാണോ. സോ അത്തരത്തിലൊരു പെർഫെക്റ്റ് ലിക്വിഡാണ് വാട്ടർ. അതുകൊണ്ടാണ് ഞാൻ ഓർഗാനിക് ലിക്വിഡായിട്ട് വാട്ടർ ആയിട്ട് ആഡ് ചെയ്തത് എന്ന കാര്യം മനസ്സിലാക്കുക. സോ അത്രയും കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡാണ് ആ H2O എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ വിച്ച് ലിക്വിഡ് ഈസ് ബെസ്റ്റ് ടു യൂസ് ഫോർ ദി പ്യൂരിഫിക്കേഷൻ ഓഫ് എ ഇംപ്യൂർ ലിക്വിഡ്. ഇപ്പോൾ ഒരു ഇംപ്യൂർ ലിക്വിഡിൻ്റെ പ്യൂരിഫിക്കേഷൻ ഏറ്റവും ബെസ്റ്റ് ആരാണ് ഞാൻ പറഞ്ഞു. കാരണം നമുക്ക് W ഏറ്റവും കൂടുതൽ കിട്ടണം. അങ്ങനെയാകുമ്പോൾ P0B into MB അത് ഏറ്റവും വലിയ അതിൻ്റെ വാല്യൂ ചെറുതാണ്. സോ ഇത് ഉപയോഗിക്കാം, ഇത് ഉപയോഗിക്കാം. കാരണം അതിൻ്റെ രണ്ടാളും മൾട്ടിപ്ലിക്കേഷൻ്റെ വാല്യൂ ഏറ്റവും ചെറുതാണ് ബാക്കി രണ്ടിനും അപേക്ഷിച്ചിട്ട്. ഓക്കെ, അടുത്ത ദിവസം നമുക്ക് നോക്കാം. എന്താണ് അൺനോൺ കമ്പൗണ്ട് ഉണ്ട്, ഇമ്മിസിബിൾ വിത്ത് വാട്ടർ ആണ്. ഓക്കെ, അൺനോൺ കമ്പൗണ്ട് ഉണ്ട്, ഇമ്മിസിബിൾ. അപ്പോൾ ഇമ്മിസിബിളിൻ്റെ കേസ് ആണ് മനസ്സിലായി. അവർ രണ്ടാളും വേപ്പേഴ്സ് എത്രയാണ്? അവർ രണ്ടാളും കൂടിയിട്ടുള്ള വേപ്പറാണ്. ദാറ്റ് ഈസ് 737. അയ്യോ, നമുക്കറിയാം എങ്ങനെ വേപ്പേഴ്സ് P0 into A പ്ലസ് P0 into B ആണ്. A എന്ന് പറഞ്ഞാൽ തൽക്കാലം നമുക്ക് വാട്ടറിൻ്റെ എടുക്കാം. അപ്പോൾ വാട്ടറിൻ്റെ ദാറ്റ് ഈസ് 707 തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താണ് അൺനോൺ കോമ്പൗണ്ടിൻ്റെത് ദാറ്റ് ഈസ് അൺകാർനോട് X. സോ എത്ര കിട്ടാൻ എക്സിൻ്റെ P0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സിൻ്റെ വേപ്പർ പ്രഷർ എന്നാൽ ദാറ്റ് ഈസ് അൺനോൺ കോമ്പൗണ്ട്. അതിൻ്റെ എത്ര 30 എന്ന് കിട്ടും. സോ അൺനോൺ കോമ്പൗണ്ടിൻ്റെ വേപ്പർ പ്രഷർ 30 കിട്ടിയിട്ടുണ്ട്. എന്താ കണ്ടെത്താൻ പറയുന്നത്? വേറൊരു കാര്യം, ഡിസ്റ്റിലേറ്റ് വാസ് 75%. ദാറ്റ് മീൻസ് അവിടെ ഉണ്ടായ ഈ പറഞ്ഞ വേപ്പേഴ്സ് ഉണ്ടല്ലോ ആ വേപ്പേഴ്സിൽ 75% വെയിറ്റും വാട്ടറാണ് ഉള്ളതെന്ന്. അപ്പോൾ ഞാൻ പറയാം ടോട്ടൽ വേപ്പേഴ്സിൻ്റെ മാസ് X ആണെങ്കിൽ ആ എക്സിൻ്റെ 75/100 വാട്ടറാണ്. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ അപ്ലൈ ചെയ്യാം. എന്താണ് WA/WB അപ്ലൈ ചെയ്യുക. സോ WA എന്ന് പറഞ്ഞാൽ ഞാൻ പറയും 75/100 into X ബൈ ബാക്കിയുള്ള 25%, 25/100 into X. അതാണ് ഏതുള്ളത്? ഇതാരാണ് അൺനോൺ കമ്പൗണ്ടിൻ്റെ വെയിറ്റ്. ഇത് നോൺ ആയിട്ടുള്ള കമ്പൗണ്ട് ആരാ? വാട്ടറിൻ്റെ. ഈ വാട്ടറിൻ്റെ P0 എത്രയാണ്? അത് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 707 into മോളിക്കുലർ മാസ് എല്ലാവർക്കും അറിയാം. പിന്നെ എന്താ അടുത്തത്? P0Bയുടെ വാല്യൂ ദാറ്റ് ഈസ് ഗിവൺ 30. അല്ല, ഗിവൺ നമ്മൾ കണ്ടെത്തിയതാണ് 30 into അതിൻ്റെ മോളിക്കുലർ മാസ്. അതാണ് കണ്ടെത്താൻ പറയുന്നത്. അത് X എന്ന് വിളിക്കുക. ഇത് X ഇതൊക്കെ ക്യാൻസൽ ആവും. ഇത് എത്രയോ 3ൽ പോവും. അങ്ങനെ കിട്ടും 90X ദാറ്റ് ഈസ് ഈക്വൽ ടു 90X നോട്ട് ഒരു കാര്യം 3X ദാറ്റ് ഈസ് ഈക്വൽ ടു 70 into 18. ഇത് ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് ഒരു കാര്യം ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റാം? ഇനി ബാക്കി സോൾവ് ചെയ്യാനല്ലോ, വേറെ എന്താ പരിപാടി? ഇത്ര തന്നെ സോൾവ് ചെയ്തോ. ഇനി ഐഡിയൽ സൊല്യൂഷൻ എന്താണ്? ഐഡിയൽ സൊല്യൂഷൻ വേണ്ടി നമ്മളൊരു നല്ലൊരു ഐഡിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. എന്താണ് A ഇൻട്രാക്ഷനും B ഇൻട്രാക്ഷനും AB ലാസ്റ്റ് രണ്ട് മോളിക്യൂൾസ് നമ്മൾ ലിക്വിഡ്സ് രണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻട്രാക്ഷൻ ഉണ്ടല്ലോ അത് രണ്ട് സെയിം ആണെങ്കിൽ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ സൊല്യൂഷൻസ് വിച്ച് ഫോളോ റൗൾസിൽ വേണം ഐഡിയൽ സൊല്യൂഷൻ എന്നുള്ള കാര്യം അറിയാം. ഓക്കെ, അവിടെ ഡെൽറ്റ H മിക്സ് 0 ആണ്, V മിക്സ് ഇതൊക്കെ നമുക്കറിയാം എന്തുകൊണ്ടാണെന്നുള്ള റീസൺസ് അറിയാം. ഇനി പാർട്ടിക്കൽ ഇൻട്രാക്ഷൻസ് ആർ റിപ്ലേസ്ഡ് ബൈ സിമിലർ ഇൻട്രാക്ഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ലിക്വിഡിൽ ഉണ്ടാകുന്ന ഇൻട്രാക്ഷൻസും സെക്കൻഡിൽ ഉണ്ടാകുന്ന ഇൻട്രാക്ഷൻസും ഓക്കെ അത് രണ്ടും നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇൻട്രാക്ഷൻസ് സിമിലർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ സൊല്യൂഷൻ അത് ഐഡിയൽ എന്ന് പറയാം. സോ ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ
കഴിഞ്ഞതിൻ്റെ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു സുഖമായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത്. അപ്പോൾ ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെ കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. അതിൻ്റെ എക്സാമ്പിൾസ് എന്താ ബെൻസീൻ, ടോളുവീൻ, എക്സൈൻ. കാരണം എന്താ ബെൻസീനും ടോളുവീനും, ബെൻസീൻ എന്താണ് ഒരേ ടൈപ്പ് ഓഫ് കാർബൺ ഹൈഡ്രജൻ ബോൺസ് ഒക്കെയാണ് അധികം ഉള്ളത്. കാർബൺ ബോൺസ് ഒക്കെ വാൻ ഡെർ വാൽ ഫോഴ്സ് ആണ്. ടോളുവീനിലും സിമിലർ ആയിട്ടുള്ള ഇത് തന്നെയാണുള്ളത്, ബോൺസ് തന്നെയാണുള്ളത്, വാൻ ഡെർ വാൽ ഫോഴ്സ് തന്നെ. അപ്പോൾ രണ്ടാളും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് തന്നെയാണ് മോളിക്യൂൾസ് തമ്മിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐഡിയൽ സൊല്യൂഷൻസ് അങ്ങനെ എത്തിയൽ ബ്രോമൈഡ് ആയാലും എത്തൈൽ അയോഡൈഡ് ആയാലും ഇവരൊക്കെ സിമിലർ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് തന്നെയാണ് വെൻ മിക്സ്ഡ്. ഒരുമിച്ച് മിക്സ് ചെയ്താലും ഒറ്റയ്ക്ക് സെപ്പറേറ്റ് ആയിരിക്കുന്ന സമയത്ത് സിമിലർ ഇൻട്രാക്ഷൻസ്, അതുകൊണ്ട് ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയാൻ പറ്റും. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ആണെങ്കിലോ ദോസ് ആർ സൊല്യൂഷൻസ് വിച്ച് ഡസ് നോട്ട് ഒബേ രാവൽസ് ലോ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് പറയേണ്ടത് ഒന്നെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ല, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയില്ല, ഒബ്സർവ്ഡ് ആയിട്ടുള്ള വേപ്പർ പ്രഷർ അത് തിയറി വൈസുള്ള വേപ്പർ പ്രഷറിനേക്കാളും കൂടുതലാണ് നമ്മൾ പറയും എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയും. ഓക്കെ, പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം രാവൽസ് ലോ എന്ന് പറയും. ഇനി ഒബ്സർവ്ഡ് ആയിട്ടുള്ള വേപ്പർ പ്രഷർ ഉണ്ടല്ലോ, മിക്സ്ചറിൻ്റെ വേപ്പർ പ്രഷർ, ടോട്ടൽ വേപ്പർ പ്രഷർ അത് കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാളും കുറവാണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ ഓഫ് രാവൽസ് ലോ എന്ന് പറയും. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ വിചാരിച്ചു നോക്കും. പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ വേപ്പർ പ്രഷർ ദാൻ കാൽക്കുലേറ്റ് ചെയ്ത തിയറി വൈസ് അല്ലെ രാവൽസ് ലോ പറയുന്നതിന് പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വേപ്പർ പ്രഷർ അതിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് ആക്ച്വലി കിട്ടുന്ന വേപ്പർ പ്രഷർ നമ്മൾ പറയും പോസിറ്റീവ് ഡീവിയേഷൻ എന്ന്. എന്തുകൊണ്ടായിരിക്കും? കാരണം എ ഇൻട്രാക്ഷൻ ബി ഇൻട്രാക്ഷൻ അതിനേക്കാളും കുറവായിരിക്കൂലേ ബി ഇൻട്രാക്ഷൻസ്. കാരണം ഇൻട്രാക്ഷൻസ് ചെയ്യുന്ന സമയത്ത് അല്ലെ ഒരു ഫസ്റ്റത്തെ ലിക്വിഡ് അതിൻ്റെ ഉള്ളിലുള്ള ഇൻട്രാക്ഷൻസ് അത്യാവശ്യം സ്ട്രോങ് ആയി വെച്ചോ, അപ്പോൾ അയാൾക്ക് അധികം വേപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ബി ഇൻട്രാക്ഷൻസ് അത്യാവശ്യം സ്ട്രോങ് ആയി വെച്ചോ, വലിയ വേപ്പേഴ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവർ രണ്ടാൾ എനും ബിനും ഒരുമിച്ച് അങ്ങോട്ട് മിക്സ് ആക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? അടിപൊളി വളരെ ലൂസായിട്ടുള്ള ഇൻട്രാക്ഷൻസ് വരാൻ തുടങ്ങി, വളരെ സിമ്പിൾ ഇൻട്രാക്ഷൻസ്, വളരെ വീക്കായിട്ടുള്ള ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ വാൻ ഡെർ വാൽ ഇൻട്രാക്ഷൻസ്. അത്തരത്തിലുള്ള കേസ് വരുന്ന സമയത്ത് നമ്മുടെ ആ പറഞ്ഞ ലിക്വിഡ് സൊല്യൂഷനിൽ ആ പറഞ്ഞ പാർട്ടിക്കിൾസ് സുഖമായിട്ട് വേപ്പേഴ്സ് ആയിട്ട് മാറാൻ പറ്റും. അതുകൊണ്ടാണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്. പിന്നെ ഇൻട്രാക്ഷൻസിൻ്റെ സ്ട്രെങ്ത് നമുക്കറിയാം, ഹൈഡ്രജൻ ബോണ്ടിനെ കൂടുതൽ, പിന്നെ ഡൈപോൾ വാൻ ഡെർ വാൽ, പിന്നെ ഹൈഡ്രജൻ ബോണ്ടിനേക്കാളും കൂടുതലുള്ളത് ആരാണ്? അയോൺ ഡൈപോൾ ഉണ്ട്. ഇതിനേക്കാളും കൂടുതൽ ആരാണുള്ളത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയാണ്? ഡെൽറ്റ എച്ച് മിക്സ് അത് ഗ്രേറ്റർ ദാൻ 0. എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്ക് ലാസ്റ്റ് എ ബി ഇൻട്രാക്ഷൻസ് വളരെ വീക്കാണ്. ദാറ്റ് മീൻസ് എയും ബിയും തമ്മിൽ ബോണ്ട് ലെങ്ത് വളരെ ചെറുതായിരിക്കും. സോ കുറച്ചും കൂടി അധികം വേപ്പേഴ്സ് ഫോം ആവുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി വോളിയം കൂടുതലായിരിക്കും, അതുകൊണ്ട് വോളിയം കൂടുതൽ. പിന്നെ എന്തുകൊണ്ട് ഡെൽറ്റ വി മിക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത്? ഇവിടെ നമ്മുടെ എ ബി ഇൻട്രാക്ഷൻസ് പൊട്ടിക്കാൻ വേണ്ടി എടുത്ത എനർജി ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ എനർജി കൊടുക്കും, പ്ലസ് എനർജിയാണ് കൊടുക്കാൻ, അല്ലെ പ്ലസ് എനർജീസാണ് കൊടുക്കാൻ. ഓക്കെ, അതേപോലെ എ ബി ഇൻട്രാക്ഷൻസ് വളരെ അത്യാവശ്യം വീക്കാണ്, വലിയ സ്ട്രോങ് ഇൻട്രാക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് വളരെ വീക്കായിട്ട് ഒരു ഫോഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഫോഴ്സ് എന്നല്ല, ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഫോഴ്സ് അവിടെ ഉണ്ടെങ്കിൽ അത് വളരെ വീക്കാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ ബോണ്ട് ഫോം ആവുന്നുണ്ടെങ്കിൽ അത് വളരെ ചെറിയ എനർജിയെ പുറത്തോട്ടേക്ക് വിടുള്ളൂ. ദാറ്റ് മീൻസ് മൈനസ് വളരെ ചെറുതാണ്, പ്ലസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഡെൽറ്റ എച്ച് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, പിന്നെ ഡെൽറ്റ വി മിക്സ് എന്തുകൊണ്ട്? പിന്നെ എൻട്രോപ്പി എന്തായാലും ഉണ്ടോ, റാൻഡംനെസ് ഉണ്ടോ. പിന്നെ ഡെൽറ്റ ജി ലെസ് ദാൻ 0 എന്തുകൊണ്ട്? ദാറ്റ് ഇസ് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. സ്പോണ്ടേനിയസ് റിയാക്ഷൻ എപ്പോഴും ഡെൽറ്റ ജി ദാറ്റ് ഈസ് നെഗറ്റീവ്. ഓക്കെ, പിന്നെ അതിൻ്റെ ഗ്രാഫ് ജസ്റ്റ് ഇങ്ങനെ പൊന്തി വരുന്ന രീതിയിൽ സർ വരച്ചിട്ടുണ്ട്. ആ ഗ്രാഫ് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ആക്ച്വലി ഇനീഷ്യൽ പ്രശ്നം മുമ്പേ, കാരണം വെച്ചാൽ ആ പി എക്ക് എന്തുകൊണ്ടാണ് പി എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫസ്റ്റ് ഉണ്ടായ ലിക്വിഡ് സൊല്യൂഷൻ, എ എന്ന് പറയുന്ന ലിക്വിഡ് സൊല്യൂഷൻ, ബി എന്ന് പറയുന്ന ലിക്വിഡ് സൊല്യൂഷൻ, അവർക്ക് വലിയ വേപ്പർ പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് കാരണം അവരുടെ ഇൻട്രാക്ഷൻസ് അത്യാവശ്യം സ്ട്രോങ് ആണ്. പക്ഷേ അവർ രണ്ടാളും ഒരുമിച്ച് ഒരു സൊല്യൂഷനിൽ വന്നപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഇൻട്രാക്ഷൻസ് വീക്കറായി തോന്നി. അപ്പം ഓരോ ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ കൂടാൻ തുടങ്ങി. എയുടെ വേപ്പർ പ്രഷർ കോൺട്രിബ്യൂഷൻ, ബിയുടെ വേപ്പർ പ്രഷർ കോൺട്രിബ്യൂഷൻ അത് കൂടാൻ തുടങ്ങി. അതുകൊണ്ടാണ് രണ്ടുപേരും ഈ ഹൈക്ക് കാണിക്കാൻ തുടങ്ങിയത്, ബിയിലും ഹൈക്ക്, അങ്ങനെ ടോട്ടൽ വേപ്പർ പ്രഷറിൽ ഒരു ഹൈക്ക് കാണിക്കാൻ തുടങ്ങി. ഓക്കെ, എക്സാമ്പിൾസ് ആണ് അസറ്റോൺ ഡൈപോൾ, കാർബൺ ഡൈസൾഫൈഡ്. ഒരു എക്സാമ്പിൾ നോക്കുക, അസറ്റോണും കാർബണും. ഇവർക്ക് അസറ്റോൺ തമ്മിൽ എന്താണ്? ഒരു അസറ്റോൺ രണ്ട് അസറ്റോൾ മോളിക്യൂൾസ് തമ്മിൽ എന്താണ് അട്രാക്ഷൻ? ഡെഫിനറ്റ്ലി ഡൈപോൾ ബോൺസ് ആണുള്ളത്. അതേപോലെ കാർബൺ ഡൈസൾഫൈഡിലാണെങ്കിലോ ദാറ്റ് ഇസ് നോൺ പോളാർ. അതുകൊണ്ട് നോൺ പോളാർ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് വീക്ക് ഫോഴ്സസ് ആയിരിക്കും. ദാറ്റ് മീൻസ് വാൻ ഡെർ വാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ആയിരിക്കും. ഇവർ രണ്ടാളും ഒരുമിച്ച് ഞാൻ യോജിപ്പിച്ചപ്പോൾ കുറച്ചുകൂടി ഈസിയറായി അല്ലേ. കാരണം ഇവിടെ ആദ്യം ഡൈപോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ബോണ്ടാണ്, ഡൈപോൾ അട്രാക്ഷൻസ്. ഈ ഡൈപോളിൻ്റെ ഇടയിൽ ഒരു നോൺ പോളാറിനെ കൊണ്ടുവന്നപ്പോൾ അവിടെ കുറച്ചുകൂടി വീക്കർ ആയിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ആയി. അതുകൊണ്ടാണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കാൻ തുടങ്ങിയത്, അല്ലെ അതുകൊണ്ടാണ് കൂടുതൽ വേപ്പർ പ്രഷർ ഫോം ചെയ്യാൻ തുടങ്ങിയത് രണ്ടുപേരും ഒരു സൊല്യൂഷനിലേക്ക് മാറിയപ്പോൾ. ഓക്കെ, നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിലോ ഇതിന് നേരെ ഓപ്പോസിറ്റ്, ഇത്ര നേരം പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റും. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് ആണെങ്കിൽ ഇത് ക്ലോറോഫോം, അസറ്റോൺ. ക്ലോറോഫോം എന്ന് പറഞ്ഞാൽ CH3. അപ്പോൾ അവിടെ ഡൈപോൾ അട്രാക്ഷൻസ് ആണ് ഉള്ളത്. അസറ്റോൺ ആണെങ്കിൽ ഡൈപോൾ അട്രാക്ഷൻസ് ആണ്. അപ്പോൾ അവർ രണ്ടാളും ഞാൻ ഒരുമിച്ച് കൂടി ചേർത്തപ്പോൾ ഡെഫിനറ്റ്ലി എന്തായിരിക്കും അവിടെ ഹൈഡ്രജൻ ബോണ്ട് ക്രിയേറ്റ് ആവുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഹൈഡ്രജൻ ബോണ്ട് ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ബോൺസ് തുടങ്ങി. സ്ട്രോങ്ങർ ആയിട്ടുള്ള ബോണ്ടാണ് ലിക്വിഡ് സൊല്യൂഷൻ ഉള്ളത്. അപ്പോൾ സ്ട്രോങ്ങർ ബോൺസ് ലിക്വിഡ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ വേപ്പേഴ്സ് കുറച്ച് വരുള്ളൂ. വേപ്പേഴ്സ് കുറച്ച് വരുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്. ഓക്കെ,
രണ്ട് മൂന്ന് എക്സാമ്പിൾസ് ജസ്റ്റ് നിങ്ങൾ വായിച്ച് വെച്ചാൽ മതി. ഓക്കെ, ഇവിടെ ഈ കാണിക്കുന്ന ഹൈഡ്രജൻ ബോണ്ടിൻ്റെ എക്സാമ്പിളാണ്. ഇതെന്താ സാധനം? പിരിഡീന് ഭയങ്കര അടിപൊളി സംഭവമാണ്.